നമസ്കാരം. ട്രൂ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാരുകളുടെ നിർദ്ദേശത്തിന് പുല്ലുവില. ബാലവേലയും കൊടുംവേലിലെ ജോലിക്കും അവസാനമില്ല. വഴിയരികിൽ തകരാറിലായി കിടന്ന ലോറിയുടെ പിന്നിലേക്ക് ഓട്ടോറിക്ഷ ഇടിച്ചു കയറി അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. അതിക്രമങ്ങളും പീഡനങ്ങളും മൂല്യശോഷണവും പെരുകാനിടയാക്കിയത് ദൈവികതയിൽ നിന്നും മനുഷ്യർ അകന്നതാണെന്ന് മോൻസ് ജോസഫ് MLA. കോട്ടയം എറണാകുളം റോഡരികിൽ ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ. വാർത്തകൾ വിശദമായി. സർക്കാരുകളുടെ നിർദ്ദേശത്തിന് പുല്ലുവില. ബാലവേലയും കൊടുംവേലിലെ ജോലിക്കും അവസാനമില്ല. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉപയോഗിച്ച് പണിയെടുപ്പിക്കരുതെന്നും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയുള്ള സമയങ്ങളിൽ ജോലി ചെയ്യിക്കരുതെന്നുമുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശങ്ങളാണ് കാറ്റിൽ പറക്കുന്നത്. റോഡ് നിർമ്മാണത്തിനും പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിനും കെട്ടിട നിർമ്മാണ മേഖലകളിലുമാണ് പ്രധാനമായും കുട്ടികളെയും സ്ത്രീകളെയും ഉപയോഗിച്ചുള്ള പണികൾ നടത്തുന്നത്. ഹോട്ടലുകളിലും ബാറുകളിലും പറമ്പിലെ പണികൾക്കും കുട്ടികളെ ഉപയോഗിക്കുന്നത് പല സ്ഥലങ്ങളിലും വ്യാപകമായിരിക്കുകയാണ്. തമിഴ്നാട്, ബംഗാൾ തുടങ്ങി അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് കേരളത്തിലെ കരാറുകാർ ജോലിക്കായി ഉപയോഗിക്കുന്നത്. കുറച്ച് കൂലി കൊടുത്താൽ മതിയെന്നതും വിശ്രമമില്ലാതെ പണിയെടുപ്പിക്കാമെന്നതുമാണ് ഇത്തരക്കാരെ ജോലിക്ക് ഉപയോഗിക്കുന്നതിന് പ്രധാന കാരണം. ക്രൂരമായി പണിയെടുപ്പിക്കുന്നതിന് പുറമെ ചില കരാറുകാർ തൊഴിലാളികളെ പരസ്യമായി ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും കാണാം. പോലീസിന്റെയും ജനപ്രതിനിധികളുടെയും കൺമുന്നിലാണ് മെയിൻ റോഡുകളിലും കെട്ടിടങ്ങളിലും കുട്ടികളെ ഉപയോഗിച്ചുള്ള ജോലികൾ നടക്കുന്നതെങ്കിലും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ വിശ്രമമില്ലാതെയാണ് പണിയെടുപ്പിക്കുന്നത്. റെയിൽവേ ലൈനുകളിലും കുടിവെള്ള പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾക്കും പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനും ഉൾപ്പെടെയുള്ള ജോലികൾ നടക്കുന്നത് സൂര്യാഘാതമേൽക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഉച്ച സമയങ്ങളിലാണ്. തളർന്ന് അല്പസമയം വിശ്രമിക്കാനിരുന്നാൽ കരാറുകാരന്റെ ചീത്തവിളി കേൾക്കേണ്ടി വരുമെന്നും തൊഴിലാളികൾ പറയുന്നു. എത്ര വയസ്സ്? 16. നിനക്കോ? 16. വീട്ടിൽ ആരൊക്കെ ഇருக்கு? വീട്ടിൽ അച്ഛൻ, അമ്മ, തമ്പി, തങ്കച്ചി. ആരൊക്കെയാ? അച്ഛൻ, അമ്മ, തങ്കച്ചി, തമ്പി. തങ്കച്ചി? അവരൊക്കെ ഇവിടെ നാട്ടിലാ? തമിഴ്നാട്ടിലാ? അച്ഛൻ എവിടെയുണ്ട്? എവിടെയാണ്? നീ എത്ര രൂപയ്ക്ക് പണിയും ഒരു ദിവസം? എത്ര രൂപയ്ക്ക് പണിയും? വെറുതെ പണിയോ? ഇവിടെ കിട്ടണ പൈസ? നിങ്ങൾക്ക് പൈസ ഒന്നും കിട്ടാൻ നിങ്ങൾ പണിയുന്നത്? പൈസ എല്ലാം കിട്ടില്ല. വെറുതെ പണി നോക്കണം, പഠിക്കണം. പണി പഠിക്കാൻ വേണ്ടി. കെട്ടിട നിർമ്മാണ മേഖലയിലും ഇഷ്ടിക കളങ്ങളിലും മണൽ സൈറ്റുകളിലും ഉൾപ്പെടെ എല്ലാ മേഖലകളിലും വെയിലിനെ അവഗണിച്ച് ഒരു നേരത്തെ അന്നത്തിനായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ജോലി നോക്കുകയാണ്. ഇക്കൂട്ടത്തിൽ ഗർഭിണികളായ സ്ത്രീകളും ഉൾപ്പെടുന്നു. നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി റെയിൽവേ ട്രാക്കിലെ ജോലികളും സ്ത്രീ തൊഴിലാളികളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. പകൽ ചൂടിന്റെ കാഠിന്യ മൂല്യം ഉച്ചസമയത്ത് 3 മണിക്കൂർ വിശ്രമ സമയം അനുവദിച്ചെങ്കിലും ട്രാക്കിലെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കിടയിൽ ഈ നിർദ്ദേശവും നടപ്പാക്കുന്നില്ല. മുളന്തുരുത്ത് ചെങ്ങന്നൂർ റെയിൽപാളത്തിൽ നിലവിലുള്ള റെയിൽവേ ലൈനിലും ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ജോലികളിലും ചുട്ടുപൊള്ളുന്ന വെയിലിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെയാണ് ജോലിക്കായി നിയോഗിച്ചിരിക്കുന്നത്. പാളങ്ങൾ ഉറപ്പിച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ മൂടിക്കിടക്കുന്ന മെറ്റലുകളും സമീപത്തായി ചിതറിക്കിടക്കുന്ന മെറ്റലുകളും പാളത്തിന്റെ സുരക്ഷിതത്വത്തിനനുസരിച്ച് ക്രമീകരിക്കുകയാണ് ട്രാക്കിലെ ജോലി ചെയ്യുന്നവർ നടത്തുന്നത്. റെയിൽവേ ലൈൻ ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കുന്നതും അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചാണ്. കൊടും വെയിലിലും ഇവർ വിശ്രമമില്ലാതെയാണ് ട്രാക്കുകളിൽ ജോലി ചെയ്യുന്നത്. ഉച്ചവിശ്രമത്തിനായി സർക്കാർ 3 മണിക്കൂറിലധികം സമയം അനുവദിച്ചതിനെക്കുറിച്ച് ചോദിച്ചാൽ
കേരള സർക്കാരിന്റെ നിയമം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ലെന്നാണ് കരാറുകാരുടെയും റെയിൽവേ അധികൃതരുടെയും മറുപടി. വഴിയരികിൽ തകരാറിലായി കിടന്ന ലോറിയുടെ പിന്നിലേക്ക് ഓട്ടോറിക്ഷ ഇടിച്ചു കയറി അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന കുടുംബാംഗങ്ങൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. തിങ്കളാഴ്ച പുലർച്ചെ 4 മണിയോടെ കടുത്തുരുത്തി ഫയർ സ്റ്റേഷന് സമീപത്ത് ചിറപ്പുറത്താണ് അപകടമുണ്ടായത്. കടുത്തുരുത്തി KS പുരം കൊട്ടാരത്തിൽ പറമ്പിൽ രാജേശ്വരി, മകൾ ചിത്ര എന്നിവർക്കാണ് പരിക്കേറ്റത്. വൈക്കം ക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്നു ഓട്ടോറിക്ഷ യാത്രക്കാർ. HNLലേക്ക് തടിയുമായി പോവുകയായിരുന്ന ലോറിയുടെ പിന്നിലാണ് ഓട്ടോറിക്ഷ ഇടിച്ചു കയറിയത്. ആക്സിൽ തകരാറിനെ തുടർന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ലോറി റോഡരികിൽ നിർത്തിയിട്ടത്. ലോറി നിർത്തിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ യാത്രക്കാരായ അമ്മയെയും മകളെയും മുട്ടിച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടുത്തുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തകരാറിലായ ലോറി റോഡിൽ നിന്നും നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ ഇതേ ഭാഗത്ത് വീണ്ടും അപകടമുണ്ടായിരുന്നു. ലോറി റോഡരികിൽ കിടന്നതിനെ തുടർന്ന് എതിർവശത്തു നിന്നും വന്ന വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാലിത്തീറ്റയുമായി തമിഴ്നാട്ടിൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ലോറി റോഡിൽ കിടന്നതിനാൽ പരസ്പരം കാണാനാകാതെ വന്നതാണ് അപകടത്തിനിടയാക്കിയത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കളത്തൂരിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 ഉണ്ടായ മറ്റൊരു അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ 4 യുവാക്കൾക്ക് പരിക്കേറ്റു. റോഡരികിൽ നിർത്തിയ ശേഷം ബൈക്കിലിരുന്ന യുവാക്കൾ സംസാരിക്കുമ്പോൾ ബൈക്കിന് പിന്നിൽ മറ്റൊരു ബൈക്ക് വന്നിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കുറുപ്പുന്തറ പുളിഞ്ചോട് ശരത്ത്, പുന്നത്തറ നെടുങ്കുന്നത്ത് നിതിൻകുമാർ, പുന്നത്തറ ചേറ്റിയിൽ രാഹുൽ, ആറന്മുള കുന്നരംകോട്ട് തുണ്ടിയിൽ പ്രശാന്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. 4 പേരെയും മുട്ടിച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിക്രമങ്ങളും പീഡനങ്ങളും മൂല്യശോഷണവും പെരുകാനിടയാക്കിയത് ദൈവികതയിൽ നിന്നും മനുഷ്യർ അകന്നതാണെന്ന് മോൻസ് ജോസഫ് MLA. ദൈവവുമായി അടുത്തു നിൽക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൽ ഇത്തരം ക്രൂരതകൾ ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SNDP കടുത്തുരുത്തി 123-ാം ശാഖായോഗത്തിന്റെ ഗുരുദേവ ക്ഷേത്രത്തിലെ 3ാമത് പ്രതിഷ്ഠാ വാർഷികം മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ സമൂഹത്തിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവാത്ത കൊടും ക്രൂരതകളാണ് ദിവസവും നടക്കുന്നത്. കൊച്ചുകുട്ടികളെയും ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമാകുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നതാണ് ഇത്തരം പൈശാചിക പ്രവർത്തനങ്ങൾ പെരുകാനിടയാക്കിയതെന്നും MLA ഓർമ്മിപ്പിച്ചു. പ്രതിഷ്ഠാ ദിന വാർഷികത്തിന്റെ മംഗളാശംസകൾ എല്ലാവർക്കും നേരുകയാണ്. പ്രസാദാശ്ശേരിയിൽ പറഞ്ഞതുപോലെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ വാഴ്ത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഭാരതീയ സംസ്കാരത്തിൽ കൂടുതലായി നാം ശ്രദ്ധിച്ചിരുന്നവരാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവിതത്തെയും ഒക്കെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഘടകമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത, സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത പൈശാചികമായ നിരവധി സാഹചര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളർന്നു വരികയാണ്. ആർഷഭാരത സംസ്കാരം എന്ന ഏറ്റവും അഭിമാനത്തോടെ ലോകത്തിന്റെ മുൻപിൽ പറയുന്ന ഭാരതീയ ജനതയ്ക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക്, സ്ഥിതിവിശേഷങ്ങളിലേക്ക് സംസ്കാര സമ്പന്നമായ ഭാരതത്തിന്, സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന് എങ്ങനെ പോകാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഈ സമൂഹത്തിൽ സംഭവിക്കുന്നത് മനുഷ്യന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നം ഉയർത്തുകയാണ്. സംസ്കാരമുള്ള ഒരു ജനതയുടെ സാംസ്കാരിക പൈതൃകങ്ങളെ തകർക്കാനിടയാക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾക്കെതിരായി നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വരാൻ ഒരു ജനത നിർബന്ധിതമാകുന്ന ഈ കാലഘട്ടത്തിൽ ആധ്യാത്മിക ചൈതന്യം തന്നെയാണ് നമ്മെ ഏറ്റവും അധികമായി ഈ നന്മയുടെയും ധർമ്മത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുവാൻ ശക്തിപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ സംശയം. ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകങ്ങളും ലോകത്തിനു മുന്നിൽ അഭിമാനിക്കാവുന്നവയായിരുന്നു. പൂർവികർ ഉണ്ടാക്കിത്തന്ന ഈ പൈതൃകവും സംസ്കാരവും കൈമോശം വരാതെ വരും തലമുറകളിലേക്ക് കൈമാറേണ്ടതുണ്ടെന്നും ഇതിനായി കൈകോർക്കണമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. കടുത്തുരുത്തി ടൗൺ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാനാകുമെന്നും സ്ഥലമേറ്റെടുത്തവർക്കുള്ള പണം നൽകുന്ന പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. അംഗീകരിച്ചുകൊണ്ട് കടുത്തുരുത്തി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് ആവശ്യമായിരുന്ന പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള സാഹചര്യമാണ് സത്യത്തിൽ ഉണ്ടായത് എന്നുള്ളത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. നാം അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.
കാരണം ഇത് ഒരുപാട് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. സർക്കാരിന്റെ തലങ്ങളിൽ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇപ്പോൾ ആ പ്രശ്നങ്ങളുടെ അന്തിമഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ആളുകൾക്ക് ഭൂമി ഏറ്റെടുത്തവരുടെ പണം കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. അങ്ങനെ കടുത്തുരുത്തി ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. ആ സന്ദർഭത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ബ്ലോക്ക് ജംഗ്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ് സ്കീമിന്റെ ഭാഗമായി തന്നെ യൂണിയൻ ഓഫീസിന്റെ സൈഡിൽ വരുന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തി അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് പരമാവധി യൂണിയൻ ഓഫീസിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യണം എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും ഉപകരിക്കുന്ന വിധത്തിൽ ചെയ്യുന്നതിന് ആത്മാർത്ഥമായിട്ടുള്ള ശ്രദ്ധയും അതിനുള്ള നടപടികളും ഉണ്ടാകും എന്നുള്ളതും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ സന്ദർഭത്തിൽ അത് ആവർത്തിച്ചു പറയുന്നത് SNDP കടുത്തുരുത്തി യൂണിയൻ പ്രസിഡന്റ് ED പ്രസാദ് ആരിശ്ശേരിൽ അധ്യക്ഷനായിരുന്നു. പുത്തൂർ കാർത്തികേയൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി NK രമണൻ, ND സുഗണൻ, KK സച്ചിദാനന്ദൻ, MK സാംബുജി, CM ബാബു, മനോജ് പഴയന്താനം, TC ബൈജു, K അനിൽകുമാർ, KG മോഹൻദാസ്, CN സുദർശന ബാബു, ലീന സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോട്ടയം എറണാകുളം റോഡരികിൽ ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ. പുഴുവരിക്കുന്ന നിലയിൽ ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ് മാലിന്യങ്ങൾ കണ്ടെത്തിയത്. തിരക്കേറിയ റോഡുകളിലും തോടുകൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിലും മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നത് പതിവാകുന്നു. കടുത്തുരുത്തി ബ്ലോക്ക് ജംഗ്ഷന് സമീപം റോഡരികിലെ വാഴത്തോട്ടത്തിലാണ് മാലിന്യം ഉപേക്ഷിച്ചിരിക്കുന്നത്. റോഡരികിലും തോടുകളിലും മാലിന്യം ഉപേക്ഷിക്കുന്നത് പതിവായിരിക്കുകയാണ്. അറവുശാലകളിൽ നിന്നും കാറ്ററിംഗുകാരുടെയും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് റോഡരികിലും തോടുകളിലും ഉപേക്ഷിക്കുന്നത്. ജനവാസ മേഖലകളിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നത് മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ ഏറെയാണ്. കാക്കകളും മറ്റു പക്ഷികളും മാലിന്യം കൊത്തിപ്പറക്കുന്നതിനിടയിൽ കിണറുകളിലും മറ്റ് ജലാശയങ്ങളിലും ഇവ വീഴുന്നത് കുടിവെള്ളം മലിനപ്പെടുത്തുകയാണ്. വേനൽ കടുത്തതോടെ കുടിവെള്ളമില്ലാതെ ജനം വലയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഉപദ്രവം മൂലം നേരിടുന്ന ദുരിതങ്ങൾ. ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ പരിസരങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവിതത്തെയും ബാധിക്കുകയാണ്. ആളുകൾ നടന്നുപോകുന്ന റോഡരികിലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. തിരക്കേറിയ റോഡരികുകളിലാണ് മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നത്. തുണികളുടെ വേസ്റ്റുകളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുമെല്ലാം റോഡരികിൽ കൊണ്ടിടുകയാണ്. ഇങ്ങനെ ഉപേക്ഷിക്കുന്ന മാലിന്യക്കൂട്ടത്തിൽ ചില്ലുകളും വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മിച്ചം വരുന്ന ടൈലുകളും ഉണ്ടാകുന്നത് കാൽനട യാത്രക്കാർക്ക് ഉണ്ടാക്കുന്ന ദുരിതം ചില്ലറയല്ല. റോഡരികിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. റോഡരികിലും ജലാശയങ്ങളിലും മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. SNDP യോഗം ശാഖ നമ്പർ 1375 ആപ്പാഞ്ചിറ ഗുരുമന്ദിരത്തിലെ 17ാമത് പ്രതിഷ്ഠാദിന മഹോത്സവവും താലപ്പൊലി ഘോഷയാത്രയും 23, 24, 25 തീയതികളിൽ നടക്കും. 23 രാവിലെ 9 നടക്കുന്ന കുടുംബയോഗ സംഗമം SNDP യോഗം കടുത്തുരുത്തി യൂണിയൻ പ്രസിഡന്റ് ED പ്രസാദ് ആരിശ്ശേരിൽ ഉദ്ഘാടനം ചെയ്യും. ശാഖാ പ്രസിഡന്റ് KC സുരേഷ് അധ്യക്ഷത വഹിക്കും. SNDP യോഗം കടുത്തുരുത്തി യൂണിയൻ സെക്രട്ടറി NK രമണൻ മുഖ്യപ്രഭാഷണം നടത്തും. KB രതീഷ് കടുവാക്കുഴി, ശിവാനന്ദൻ ചന്ദ്രികാലയം, നളനി പുഷ്പൻ, സുദർശൻ കൊടുന്തല, AK വിനോദ് തുടങ്ങിയവർ പ്രസംഗിക്കും. 9:30 ഗുരുപ്രഭാഷണവും ഉച്ചയ്ക്ക് 1 മഹാപ്രസാദകൂട്ടും വൈകുന്നേരം 6 ദീപാരാധനയും രാത്രി 7:30 നൃത്തനൃത്യങ്ങളും നടക്കും. 24 രാവിലെ 6 ഉഷപൂജയുടെ കർമ്മങ്ങൾ ആരംഭിക്കും. വൈകുന്നേരം 6 ദീപാരാധനയും തുടർന്ന് രാത്രി 7:30 കുട്ടികളുടെ കലാപരിപാടികളും നടക്കും. 25 വൈകുന്നേരം 6 ദീപാരാധനയെ തുടർന്ന് കീഴൂർ ഭഗവതി ക്ഷേത്ര സന്നിധിയിലേക്ക് താലപ്പൊലി ഘോഷയാത്രയും ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാരുകളുടെ നിർദ്ദേശത്തിന് പുല്ലുവില. ബാലവേലയും കൊടുംവേലിലെ ജോലിക്കും അവസാനമില്ല. വഴിയരികിൽ തകരാറിലായി കിടന്ന ലോറിയുടെ പിന്നിലേക്ക് ഓട്ടോറിക്ഷ ഇടിച്ചു കയറി അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. അതിക്രമങ്ങളും പീഡനങ്ങളും മൂല്യശോഷണവും പെരുകാനിടയാക്കിയത് ദൈവികതയിൽ നിന്നും മനുഷ്യർ അകന്നതാണെന്ന് മോൻസ് ജോസഫ് MLA. കോട്ടയം എറണാകുളം റോഡരികിൽ ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ. ട്രൂ മിഷൻ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.